അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ്, സമർക്കന്ദിലെ ഗിർസ്ഥാനിനടുത്ത് നമ്മുടെ അഖീദയുടെ രണ്ട് ഇമാമുകളിൽപ്പെട്ട ഇമാമായ ഇമാമുൽ ഹുദ അബൂ മൻസൂർ അൽ മാതുരീദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സന്നിധിയിലാണ് ഇപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്, മഹാനവറുകളെ സിയാറത്ത് ചെയ്യുവാനും ഇവിടെ വളരെ വലിയ വലിയ നിർമ്മാണങ്ങൾ ഈ മക്കാമിനോടനുബന്ധിച്ച് നടക്കുകയാണ്. ഇവിടെ സന്ദർശിക്കുവാനും സാധിച്ചു. ഇമാം അബൂ മൻസൂർ അൽ മാതുരീദി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലോകം ഏറെ കടപ്പാടുകളുള്ള ഒരു മഹാനാണ്. അവിടുത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 3-4 നൂറ്റാണ്ടുകളിലാണ്. ഹിജറ വർഷം 238 ജനിക്കുകയും ഹിജറ വർഷം 333 വഫാത്താവുകയും ചെയ്തു. ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് 2-ാം നൂറ്റാണ്ടോടുകൂടി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെടുകയും കർമ്മശാസ്ത്രപരമായ തർക്കങ്ങൾക്കും വ്യത്യാസങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമാവുകയും മദ്ഹബിൻ്റെ 4 ഇമാമുകൾ കർമ്മശാസ്ത്ര സരണിയെ ക്രമപ്പെടുത്തിയതിന് ശേഷം അഖീദയുടെ വിഷയത്തിൽ വലിയ പ്രതിസന്ധികൾ മുസ്ലിം ലോകം അനുഭവിച്ച ഒരു ഘട്ടമായിരുന്നു അത്. അവിടെ മുർജിഅത്തും ഖദരിയാക്കളും മുഅ്തസിലത്തും കടന്നു വരികയും അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ വിള്ളൽ ചേർത്തുകയും അടിസ്ഥാന വിശ്വാസങ്ങളിൽ വ്യതിചലനം സംഭവിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് മഹാനായ അഖീദയുടെ ഇമാമായ അബൂ മൻസൂർ അൽ മാതുരീദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അവിടുന്ന് ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ അഖീദ സംരക്ഷിക്കുന്നതിനു വേണ്ടി നടത്തുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മധ്യേഷ്യയിലെ ഹനഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന അനേകം വിശ്വാസികൾ അവരുടെ അഖീദയിലുള്ള ഇമാമായി പിന്തുടരുന്നത് മഹാനായ അബൂ മൻസൂർ അൽ മാതുരീദി റളിയല്ലാഹു അൻഹുവിനെയാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും പലരോടും സംസാരിച്ചപ്പോൾ ഈ യാത്രയിൽ തന്നെ മനസ്സിലായി. മഹാനായ അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹുവും അബൂ മൻസൂർ അൽ മാതുരീദി റളിയല്ലാഹു അൻഹുവും ഏകദേശം ഒരേ കാലഘട്ടക്കാരനാണ്. പക്ഷേ അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ നിയോഗം യഥാർത്ഥത്തിൽ ഇറാഖിലായിരുന്നു. മുഅ്തസിലത്തിനോട് നേരിട്ട് യുദ്ധം ചെയ്യുകയും നേരിട്ട് സംവാദം നടത്തുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പരിസരത്തായിരുന്നു അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ നിയോഗം. എന്നാൽ മാതുരീദി ഇമാം സമർക്കന്ദിലാണ്. സമർക്കന്ത് എന്ന് പറയുന്നത് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു വളരെ പൗരാണിക പ്രാധാന്യമുള്ള സാംസ്കാരിക കേന്ദ്രമാണ് സമർക്കന്ത് എന്ന് പറയുന്നത്. ഈ സമർക്കന്തിൽ വളരെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ അവിടുന്ന് നടത്തി, സംവാദങ്ങൾ നടത്തി, മുഅ്തസിലത്തിൻ്റെ ആശയധാരയോട് നേരിട്ട് ഏറ്റുമുട്ടുകയും പ്രമാണബദ്ധമായി ഇസ്ലാമിനെ സ്ഥാപിക്കുകയും സ്ഥിരപ്പെടുത്തുകയും അഖീദയെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മഹാനവറുകൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഈ സമർക്കന്ദിനടുത്ത് മാതുരീദ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് മഹാനവറുകൾ ജനിച്ചത്. ആ മാതുരീദ് എന്ന് പറയുന്ന ഗ്രാമത്തെ ഇന്ന് ആഗോള മുസ്ലിങ്ങൾക്ക് മാതുരീദി ഇമാം എന്ന് ചേർത്തി പറയുന്ന ഒരു വിലാസമായി തൻ്റെ ഗ്രാമത്തെ അടയാളപ്പെടുത്തുമാർ മഹാനായ ഇമാം അവറുകൾ തൻ്റെ പ്രവർത്തനങ്ങൾ വൈജ്ഞാനികമായ ഇടപെടലുകൾ നടത്തി എന്നതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂ മൻസൂർ അൽ മാതുരീദി ഇമാമിൻ്റെയും ഇടയിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളില്ല. നേരെ മറിച്ച് സാങ്കേതികവും അനുബന്ധവുമായ ചില വിശകലനങ്ങളിലും കൂട്ടിച്ചേർക്കലുകളിലുമാണ് യഥാർത്ഥത്തിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നത്. അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെയും മാതുരീദി ഇമാമിൻ്റെയും ഇടയിലുള്ള വ്യത്യാസങ്ങൾ ആകെ 13 വ്യത്യാസങ്ങളാണ്. അതിൽ തന്നെ 6 വ്യത്യാസങ്ങളാണ് ഒരു വ്യത്യസ്തമായ അഭിപ്രായം എന്ന് പരാമർശിക്കുവാനുള്ളൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെയാണ് അഖീദക്ക് വേണ്ടി മഹാനായ മാതുരീദി ഇമാം ചെയ്ത സേവനങ്ങളുടെ
ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളുടെ തൽഫലമായിട്ടാണ് അക്കാലത്തെ മുഴുവൻ പണ്ഡിതന്മാരും ഇമാമുൽ ഹുദ, ഇമാമുൽ മുതകല്ലിമീൻ എന്ന സ്ഥാനപ്പേര് വിളിച്ചുകൊണ്ട് മഹാനവറുകളെ ആദരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകളുടെ ബറക്കത്ത്, മദദ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ സമർക്കന്ദിൻ്റെ അടുത്ത് രിജിസ്ഥാൻ എന്ന് പറയുന്ന വളരെ സാംസ്കാരിക പൈതൃകമാണ്. യഥാർത്ഥത്തിൽ പഴയകാലത്തെ സിൽക്ക് റൂട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് സമർക്കന്ത്. ആ സമർക്കന്തിൽ നിന്ന് വളരെ അടുത്ത് നടന്നെത്താവുന്ന ദൂരമാണ് മാതുരീദ് ഇമാമിൻ്റെ മഖാമിലേക്കുള്ളത്. ഇവിടെ അൽഹംദുലില്ലാ 2000-ന് ശേഷം 2005 മാതുരീദ് ഇമാമിൻ്റെ മഖാം വളരെ പ്രൗഢമായി ഇവിടെ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ നിലവിലുള്ള ഗവൺമെൻറ് ടൂറിസം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ മനോഹരമായി പ്രൗഢമായി മഖാം സംവിധാനിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ മഹാനവറുകളുടെ മഖാം നിലനിന്നിരുന്നു എങ്കിലും സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശ കാലത്ത് ഈ മഖാം നാമാവശേഷമായി എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം 2000-ന് ശേഷമാണ് മഹാനായ മാതുരീദ് ഇമാമിൻ്റെ മഖാം വീണ്ടും പുനഃസ്ഥാപിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലം വളരെ ഗംഭീരമായ ഇടപെടലുകൾ ഇവിടെ നടക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇമാം അബൂ മൻസൂറുൽ മാതുരീദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബറക്കത്ത്, അവിടുത്തെ ബറക്കത്തും അവിടുത്തെ മദദും നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.